സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഇന്ന് ഒക്ടോബർ 7-ാം തീയതിയാണ് സഭയിലെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഈശോ ഒരു പിശാചിനെ ഒരു മനുഷ്യനിൽ നിന്നും ബഹിഷ്കരിക്കുമ്പോൾ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് കുറ്റം പറയുന്ന ആളുകളെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. ഈശോയ്ക്കെതിരെ കുറ്റം പറയാനായിട്ട്, ഈശോയെ കുറ്റം വിധിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു തലമുറയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ അവിടെ അവർക്ക് മറുപടിയായിട്ട് ഈശോ അവരോട് പറയുകയാണ്, അന്ധചിത്രമുള്ള സമൂഹവും രാജ്യവുമെല്ലാം നശിച്ചു പോകുമെന്ന് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് സന്ദേശമായിട്ട് എടുക്കാവുന്ന മനോഹരമായിട്ടുള്ള ഒരു വചനം ഇത് തന്നെയാണ്. അന്ധചിത്രമുള്ള ഒരു സമൂഹം നിലനിൽക്കുകയില്ല, അത് നശിച്ചു പോകും. സ്നേഹമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ കൂട്ടായ്മയിൽ നിന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ അന്ധചിത്രം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഇടയിൽ. ഈശോ പറയുകയാണ്, അങ്ങനെ അന്ധചിത്രം ഉണ്ടാക്കാതിരിക്കുക. എല്ലാവരും ഐക്യത്തിൽ പോകുന്ന, സമാധാനത്തിൽ കഴിയുന്ന ഒരു സമൂഹം, ഒരു കുടുംബം അതെന്നും നിലനിൽക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കൂട്ടായ്മകളിലുമെല്ലാം ഐക്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധചിത്രങ്ങൾ ഉണ്ടാക്കാതെ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.